പുതിയ ഗവർണറുമായി CPM യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാവ്യ മനസ്സൊന്നും ഇങ്ങോട്ടെടുക്കണ്ട, ഞങ്ങളത് വച്ചു പൊറുപ്പിക്കില്ല. പക്ഷേ ഇത് RSSകാരനായ RSSന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ്. ആരിഫ് മുഹമ്മദിനേക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കും ഒരുപക്ഷെ ആർലേക്കറുടെ നീക്കങ്ങൾ. പിണറായി ഇപ്പോഴും പൊളിച്ചവ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം മുഹമ്മദ് ആരിഫ് ഖാനെ പോലെ ഒരു ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളല്ല. അതായത് സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയല്ല. അത് പലരുടെയും പ്രതികരണ രീതിയാണ്. അദ്ദേഹം ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണർ എന്ന് പറയുന്നത് ഒരു സൈലന്റ് മാസ് എന്റർടൈനർ ആണ് എന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹം എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നുണ്ട്. ആരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നുണ്ട്? ഈ കേരളത്തിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളെ എന്റർടൈൻമെന്റ് അദ്ദേഹം ചെയ്യിക്കുന്നുണ്ട്. അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. രസകരമാണ് കാര്യങ്ങൾ. അദ്ദേഹം വന്നതിന് ശേഷം ആദ്യം അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ പോലീസ് സന്നാഹത്തിൽ നിന്ന് ആളുകളെ പിൻവലിച്ച് ആഭ്യന്തര വകുപ്പ് അവിടെ കുറേ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അത് നടക്കില്ല എന്ന് കൃത്യമായി ADGPയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. തിരിച്ചവരെ ആ ഒരു സുരക്ഷാ ചുമതലയിൽ തന്നെ തിരികെ കയറ്റി എന്നാണ് അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം. അതോടുകൂടി സർക്കാർ മനസ്സിലായിരുന്നു ഇത് അദ്ദേഹം എന്താണ് എന്നുള്ളത്. പിന്നീട് ഡൽഹിയിൽ ഒരു ചോദ്യത്തിന്, അതായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഇപ്പോൾ CPMനെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ UGC പുതിയ ചട്ടം പുറത്തിറക്കിയിട്ടുണ്ട്. എന്താണ് ചട്ടം? UGCയുടെ അംഗീകാരമുള്ള സർവകലാശാലകളുടെ പൂർണ്ണ അധികാരം ആർക്കാണ്? ഗവർണർക്കാണ്. ഗവർണറാണ് ചാൻസലർ ആകേണ്ടത്. അതിൽ വേറൊരാളെ നിയമിക്കാൻ പറ്റില്ല. ഇനി ചാൻസലർ ആരാണോ ആ ചാൻസലർ ആയിരിക്കുന്ന ഗവർണർക്കാണ് വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള പൂർണ്ണമായ അധികാരം. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് ഉള്ള എല്ലാ അധികാരങ്ങളും വെട്ടിക്കൊണ്ടാണ് UGC ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതായത് പിണറായി ഒരു സർവകലാശാലയിലെ മുറ്റത്ത് വരണ്ട, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ജനങ്ങളെ ദ്രോഹിച്ചാൽ മതി, സർവകലാശാലകളെ കട്ടുമുടിക്കാൻ വരണ്ട. അതെ, അത് ഇപ്പം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ചുമതലയുള്ള കാര്യമാണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കുറച്ചുകൂടെ അധികാരങ്ങളുള്ള മേഖലയാണ്. അല്ല ഭർത്താവ്, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അങ്ങനെ കേന്ദ്രത്തിന് അധികാരം ഉണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇത്രയും വിവരമുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് തൽക്കാലം നമ്മുടെ ഒരു ഭരണഘടനയിൽ അങ്ങനത്തെ ഒരു വഴിയില്ല. നമ്മൾ എന്തെങ്കിലും ആളുകളെല്ലാം കൂടി പ്രതിഷേധിക്കേണ്ടി വരും. രാഷ്ട്രപതിക്ക് ചില കാര്യങ്ങളിൽ ഇടപെടാം എന്നൊരു വകുപ്പുണ്ട്. പക്ഷേ രാഷ്ട്രപതി ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ട് ഇടപെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതൊരു വളരെ വാലിഡായ ചോദ്യം കൂടിയാണ്. അങ്ങനെ തിരിച്ചു വിളിക്കാനുള്ള എന്തെങ്കിലും നടപടിയൊക്കെ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരേണ്ടി വരും. എന്നാൽ നന്നായി പോവും രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇവിടെ ആർലേക്കറോട് പറഞ്ഞത് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് UGC ഇത്തരത്തിലൊരു ചട്ടം പുറത്തിറക്കിയിട്ടുണ്ട്. UGCയുടെ ഫണ്ട് വാങ്ങി UGCയുടെ അംഗീകാരത്തോടു കൂടി UGCയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അന്യ സ്റ്റേറ്റുകളിലേക്ക് പോകുന്നു, കേന്ദ്ര സർവീസിൽ കയറുന്നു, വിദേശത്ത് പോകുന്നു. ഇവിടെ സർവകലാശാലകളിൽ UGC അംഗീകാരമില്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ഒരു കൂനും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ UGCയുടെ ഫണ്ടെല്ലാം വാങ്ങിയിട്ട് സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കുന്ന ഫണ്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. കാരണം അവർ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. അതും പൂർണ്ണമായി സംസ്ഥാന സർക്കാർ ആണോ ശമ്പളം കൊടുക്കുന്നത്? ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, ഒരു ഒരു സർവകലാശാലയ്ക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുണ്ടെങ്കിൽ ഭൂരിഭാഗം ഫണ്ടുകളും കൊടുക്കുന്നത് UGCയുടെ ഭാഗമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഫണ്ടുകളാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പല ഫണ്ടുകളുണ്ട്, സംസ്ഥാനത്തിൻ്റെ ഫണ്ടുകളുമുണ്ട്, ഇല്ലാന്നും ഞാൻ പറയുന്നില്ല, ഫണ്ടുകളുണ്ട്. പക്ഷേ UGCയുടെ മുഴുവൻ ആനുകൂല്യവും വാങ്ങിയിട്ട് ഞങ്ങളങ്ങ് തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരെ പണി കൊടുക്കാൻ തീരുമാനിച്ചതാണ്? UGCയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പണി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. ഇപ്പോൾ UGCയുടെ ഈ ചട്ടം വന്നതോടുകൂടി UGC പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. പക്ഷേ പിണറായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത്. അത് CA ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. CA ഇവിടെ നടപ്പിലായി എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹം വിചാരിക്കുന്നത് നടപ്പിലാക്കില്ല ഞങ്ങൾ, പക്ഷെ ഇവിടെ നടപ്പിലായി കഴിഞ്ഞു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ വാ പൊളിപ്പ് പിണറായി ഇപ്പോഴും അടച്ചിട്ടില്ല. അതെ, അതാണ് അത് സത്യമാണ്. വാ പൊളിച്ചിരിക്കുകയാണ് ഇങ്ങനെ. അതെ, പക്ഷെ ഇവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങൾക്ക് UGCയുടെ അംഗീകാരം വേണ്ട,
സംസ്ഥാനത്തെ ഉന്നത സർവകലാശാലകൾ UGCയുടെ ഫണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകും എന്നങ്ങ് തീരുമാനിക്കാം. പക്ഷെ അതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയോ? പ്രശ്നം ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കാണ്. സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ട് ഫണ്ടൊക്കെ കൊടുക്കും, പക്ഷേ ഇവർക്ക് വിദേശത്ത് പോയാൽ ഒരു ഏതെങ്കിലും ഒരു സർവകലാശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ പഠിക്കാൻ കഴിയില്ല. ഒരു വെരിഫിക്കേഷന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ മറ്റ് രാജ്യങ്ങളിലെ ഗവൺമെന്റ് സമീപിച്ചാൽ UGC അംഗീകാരമില്ല എന്ന് പറയും. ഇവരുടെ പണി പോവും, കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും. ഇനി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്താലോ ഈ SFIക്കാർ മാത്രം അല്ലല്ലോ പഠിക്കുന്നത്, അല്ലാത്ത ആളുകളും പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കയറി നിരങ്ങും. അതുകൊണ്ട് ആ രീതിയിലൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ സർക്കാർ പെട്ടിരിക്കുകയാണ്. അപ്പൊ ആർലേക്കർ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചാൻസലർ ആയിരിക്കുന്ന ഗവർണർക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. അതിൽ നിങ്ങൾ എന്തിനാണ് ഒരു സംശയം കൊണ്ട് നടക്കുന്നത്? ഇനി പിണറായിക്കോ CPM-നോ LDF-നോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സംശയിക്കണ്ട. ഈ പുള്ളിയുടെ പുള്ളിമായോ പാർത്ത? പുള്ളിയുടെ പുള്ളി നമ്മൾ പെയിന്റ് അടിച്ചങ്ങ് മായ്ക്കേണ്ടി വരും. അല്ലാതെ സ്വാഭാവികമായ മാറ്റം വരില്ലല്ലോ. സ്വാഭാവികമായി ചില എന്തെങ്കിലും മുറിവൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ പുള്ളിയുടെ പുള്ളിമായില്ലെന്ന് വിമർശനം. ശരിയാണ്, കറക്റ്റാണ്. കാരണം CPM-ന്റെ അടിമ മനോഭാവത്തിൽ പെട്ടുപോയോ? അത് മായില്ല. മാഞ്ഞ ആളുകളുണ്ട്, ഞാനടക്കമുള്ള ആളുകൾ എനിക്കടക്കം മാഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം നമ്മുടെ സബ് കോൺഷ്യസിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിടില്ല. അത് സത്യമാണത്. ഞാൻ അത്രയും സബ് കോൺഷ്യസിൽ എത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് മാഞ്ഞു പോയത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ, CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അനിൽകുമാറാണ് പറഞ്ഞത് പുള്ളിപ്പുലിയുടെ പുള്ളിമായില്ല. RSSകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ? അല്ല, RSSകാരനായിരുന്ന ഗവർണറായിട്ടും RSSന്റെ ആ രീതി മറന്നിട്ടില്ല. എടോ, RSS ആണോ ഇയാളെ പിടിച്ച് ഗവർണറാക്കിയത്? RSSകാരനാണ് ഇദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയത്. അല്ല, അപ്പൊ അങ്ങനെ അനിൽകുമാർ പറയുമ്പോ അനിൽകുമാറിന്റെ മനസ്സിൽ നിന്ന് ചെങ്കൊടി മാഞ്ഞോ? അത് മായില്ല. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. കേരളത്തിലെ സർവകലാശാലകളിൽ ചുവപ്പ് രാഷ്ട്രീയം ഞങ്ങൾ ചോരയൊഴുക്കിയാലും ഇവിടെ കാവി ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഗവർണർ നിയമിച്ച കുറെ വൈസ് ചാൻസലർമാരുണ്ട്. മോഹനൻ കുന്നുമ്മൽ, സിസ തോമസ്, അങ്ങനെയുള്ള ആളുകളെ എടുത്തു നോക്കൂ. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക്കലായിട്ട് നല്ല പ്രാവീണ്യമുള്ള ആളുകളെയാണ് നിയമിച്ചത്. അതിന് പിണറായി പറഞ്ഞൊരു മറുപടിയുണ്ട്. UGC പറയുന്നത് അക്കാഡമിക് വിദഗ്ധരെ ഒന്നും വേണ്ട, ഞങ്ങൾ ഏത് ആളുകളെ എടുത്ത് നിയമിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയൊന്നും UGC പറഞ്ഞിട്ടില്ല. കൃത്യമായ രീതിയിൽ അക്കാഡമിക് വിദഗ്ധരെ മാത്രമേ നിയമിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ അത് ഞങ്ങളുടെ ചുവപ്പുള്ള അക്കാഡമിക് രാഷ്ട്രീയം മാത്രം മതി എന്ന നിലപാടിനോട് ഇനി നടക്കില്ല എന്നുള്ളത് തന്നെയാണ് UGC പറഞ്ഞത്. അതിൽ അടിവരയിട്ട് ആർലേക്കർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആർലേക്കർ പറഞ്ഞ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾക്ക് സംശയം? അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എവിടെയെങ്കിലും പോയി കൊണ്ടുപോയി സംശയം പ്രകടിപ്പിച്ചാൽ മതി, എൻ്റെ അടുത്ത് എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ശരി, ആർലേക്കർ ഇതാ RSSകാരനായിരിക്കുന്നു, നമുക്ക് തുടങ്ങാം യുദ്ധം. അതങ്ങ് നാഗ്പൂരിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇവിടെ അതെ, ഇവിടെ നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല, ശാഖയിൽ പോയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആർലേക്കർ ശാഖയിലാണോ പോവുക, എവിടത്തേക്കാണോ പോവുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. മാത്രമല്ല, ശാഖയിൽ പോയി പഠിച്ച് അവിടെ നിന്ന് വളർന്ന് വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഗവർണർമാരും ഒക്കെ ആയിരിക്കുന്ന ആളുകൾ ശാഖയിൽ പോയി പഠിച്ചവരാണ് എന്നുള്ള കാര്യം കൂടി ആര് മനസ്സിലാക്കണം? ഈ പറയുന്ന അനിൽകുമാറൊക്കെ മനസ്സിലാക്കിയാൽ അനിൽകുമാറാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ആർലേക്കർക്ക് ഒരു പണിയില്ല, അദ്ദേഹത്തിന്റെ ജോലി ചെയ്തിട്ട്. തീർച്ചയായിട്ടും.